ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ചിക്കൻ കറിയും കപ്പ വേവിച്ചതുമാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് 2 കിലോ ചീനി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇത് നല്ലോണക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി എടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീനി ഇതേ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കണം. ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. അപ്പോൾ എന്തേ നമ്മുടെ ചീനി നല്ലോണം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഊറ്റി ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഊറ്റാനെ കൊണ്ട് ഇതേ ഉണക്കൊരു കണ്ണാപ്പയ്ക്കകത്തോട്ട് മാറ്റാം. ഭയങ്കരമായിട്ട് ചീനി വെന്ത് വന്നു. നല്ലോണം ഇതേ നമ്മൾ ചീനി ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് എണ്ണ എടുത്തേക്കാണ്. നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് ഇതേ പൊട്ടി വന്നേക്കാണ്. അതിനകത്തോട്ട് നമുക്ക് 1 വറ്റൽമുളകും 1 കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ദേ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് മാറ്റിയിട്ട് ചിക്കൻ കറി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഇത് ഞാൻ എടുത്തേക്കുന്നത് നാടൻ ചിക്കനാണ്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ മാംസം മാത്രമാണ് 1 kg എടുത്തേക്കുന്നത്. നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയിലർ കോഴിയുടെ ചിക്കനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കഴിക്കാനെ കൊണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമേ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കാവൂ, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ദേ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നു കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളിയാണ്, അത് അരിഞ്ഞത് 2 എണ്ണം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്താണ്, 4 പീസ് തേങ്ങ എടുത്ത് കൊത്താക്കിയതാണ്, ചെറുതാക്കിയതാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്ത് ആദ്യമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 4 സവാള എടുത്ത് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ദേ വഴറ്റി എടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കൊച്ചുള്ളി 10-20 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം ഇത് മല്ലിപ്പൊടിയാണ്, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടിയാണ്, അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കരിക്കരുത്, നമുക്ക് ഈ പച്ച മണം അങ്ങ് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. നമ്മുടെ മസാലയൊക്കെ നല്ലോണം നമ്മുടെ ചിക്കൻ പീസിനകത്ത് പറ്റണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നാടൻ ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ വേണം. വെള്ളം ഒഴിച്ചിട്ട് നല്ല ഉണക്കം ഇളക്കണം. ഏകദേശം നമ്മളിപ്പോൾ ഒരു 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് നല്ല ഉണക്കം വെന്ത് വരട്ടെ. നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി കഴിക്കാനെ കൊണ്ട്. ഇപ്പോൾ നല്ല ഉണക്കം വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി, ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നാടൻ ചിക്കൻ ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്, മറ്റേ ചിക്കൻ്റെ കൂട്ടല്ല. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നല്ലോണം ഇളക്കി ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി നല്ല മണമാണ്. ഇതുകൊണ്ടോ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കൂടെ തന്നെ നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി താളിക്കണം. എന്നിട്ട് നല്ല ഉണക്കം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് വെന്ത് വന്നേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി സെർവ് ചെയ്യാം. ശ്രദ്ധിച്ച് വാങ്ങണം, കൈയൊന്നും പൊള്ളിക്കരുത്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയും കപ്പ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മളിപ്പോൾ ഇൻഡോറിൽ വന്നിട്ടാണ് ടേസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല വാസനയായിരുന്നു. നമുക്കൊരു കഷ്ണവും കൂടി എടുക്കണം. ചെറിയ കഷ്ണമൊന്നും വരുന്നില്ല. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ബോയിലർ ചിക്കൻ അല്ലാത്തതുകൊണ്ട് നാടൻ ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും. പിന്നെ ഒരു ഇച്ചിരി വേവ് കൂടുതലാണ് എപ്പോഴും, അത് ശ്രദ്ധിച്ചോണം. പിന്നെ കപ്പ നല്ല ഉണക്കം ഒട്ടഞ്ഞു വന്നിട്ടുണ്ട്, നല്ല കുഴമ്പ് ഉണക്കമായി, അതുകൊണ്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.